PFIയുടെ കൂടുതൽ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. 7 ജില്ലകളിലായി PFI ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള 67.3 കോടി രൂപ വിലമതിക്കുന്ന 8 സ്ഥാവര സ്വത്തുക്കളാണ് പിടിച്ചെടുത്തത്. PFIയുടെ ഒരു രാഷ്ട്രീയ മുന്നണിയാണ് SDPI. SDPIയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചതും ധനസഹായം നൽകിയതും PFI എന്ന് ED ആരോപിക്കുന്നു. ദൈനംദിന പ്രവർത്തനങ്ങൾ, നയരൂപീകരണം, തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ നിർണയിക്കൽ, പൊതുപരിപാടികളുടെ ഏകോപനം, കേഡർ മൊബിലൈസേഷൻ, എല്ലാറ്റിലും പിന്തുണ. ഇന്ത്യയെ ഒരു ഇസ്ലാമിക് രാഷ്ട്രമാക്കുക എന്നതാണ് പൊതുലക്ഷ്യം. നമ്മുടെ മതേതര ഘടനയെ അപകടപ്പെടുത്തുന്ന, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന ഒരു രീതിയാണ് അവർ അവലംബിക്കുന്നത്. അതിന് 131 കോടി രൂപ ചിലവഴിച്ചു. അങ്ങനെയെങ്കിൽ SDPIയെ എങ്ങനെ കാണണം? തിരഞ്ഞെടുപ്പിൽ അങ്ങനെയൊരു സംഘടനയെ മത്സരിപ്പിക്കാമോ? ED നടപടി BJPയുടെ പകപോക്കലാണെന്ന് SDPI ന്യായീകരിക്കുന്നു. ആ ന്യായീകരണം അംഗീകരിക്കാനാകുമോ? വിമർശനങ്ങളെ നിശബ്ദമാക്കാനുള്ള വഴിയാണിതെന്ന് SDPI പറയുമ്പോൾ അത് എത്രമാത്രം വിശ്വസിക്കാനാകും? ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള നീക്കം അണിയറയിൽ നടക്കുന്നോ? ഭയക്കണോ നമ്മൾ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം.